ഹലോ അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, വെൽക്കം ടു മസിയാമീസ് വ്ലോഗ്. തേങ്ങാപ്പാലിൽ പറ്റിച്ചെടുക്കുന്ന ഒരു സൂപ്പർ ഫിഷ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ സ്റ്റൈലിലും അതേ ഫ്ലേവറിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫിഷ് കറി റെസിപ്പിയാണ് കേട്ടോ ഇത്. ഫിഷ് കറിക്ക് നല്ല രുചിയും ഫ്ലേവറും കൊടുക്കുന്ന ഒരു അടിപൊളി ട്രിക്സും ഞാനിതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കണ്ടിഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. മീൻ കറി ഉണ്ടാക്കുന്നതിന് വേണ്ടി 500 ഗ്രാം മീനാണ് എടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്തത്, കുറച്ച് കറിവേപ്പില, 10 ചെറിയുള്ളി ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്തത്, ഒരു ചെറിയ തക്കാളി സ്ലൈസ് ചെയ്തെടുത്തത്, 2 വലിയ കുടംപുളി നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ സോക്ക് ചെയ്തത്. ഇനി വേണ്ടത് 1 മുറി തേങ്ങയുടെ തേങ്ങാപ്പാലാണ്. 1 മുറി തേങ്ങ നന്നായി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് മിക്സിയിലിട്ട് നന്നായി അടിച്ചെടുത്ത് 3-4 തവണ പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാലാണ് വേണ്ടത്. 1-ാം പാല് 2-ാം പാല് അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കണ്ട, ഒരുമിച്ചെടുത്താൽ മതി. കറി റെഡിയാക്കുന്നതിന് വേണ്ടി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യാം. നന്നായി ഹീറ്റായി വരുമ്പോൾ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഉലുവ പൊട്ടി വരുമ്പോൾ അതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയുള്ളി നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കണം. ചെറിയുള്ളി ഇതുപോലെ നിറമൊക്കെ മാറി വരുമ്പോൾ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്തതും കറി ലീവ്സും ആഡ് ചെയ്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക്കിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ സോട്ട് ചെയ്തെടുക്കണം. ഇൻഗ്രീഡിയൻസ് കാണിച്ചപ്പോൾ പച്ചമുളക് കാണിക്കാൻ വിട്ടുപോയി. 2 പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്തത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി വാടി വരുമ്പോൾ ഇതിലേക്ക് 1.5 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പൊടികളിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ തന്നെ ഇതിലേക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കുടംപുളി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് കറിക്ക് വേണ്ട ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇതിങ്ങനെ നന്നായി തിളച്ച് നല്ലോണം എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് ഇതിലേക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതുപോലെ നന്നായി വെട്ടി തിളക്കാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സീബാസ് ആണ് കേട്ടോ. നാട്ടിലെ കളാഞ്ചി മീൻ എന്ന് പറയുന്ന മീനാണ്. പുഴമീനാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. ഇനി ഈ മീൻ കഷ്ണങ്ങൾ കറിയിൽ നല്ലോണം മുങ്ങിക്കിടക്കാൻ വിധത്തിൽ ആക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കണം. 10 മിനിറ്റ് ആകുമ്പോൾ നന്നായി കുറുകി വന്നിട്ടുണ്ടാകും. ഈ സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കവർ ചെയ്ത് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് 8 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. കവർ ചെയ്യുമ്പോൾ ആവി പുറത്തു പോകാൻ വിധത്തിൽ കവർ ചെയ്ത് വെക്കണം. കവർ ചെയ്ത് വെച്ചിട്ട് 8 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് കണ്ടോ കറി നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ചുകൂടി കറി ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. റെസ്റ്റോറൻറ്റ്സിലൊക്കെ കിട്ടുന്ന അതേ രുചിയിലും ഫ്ലേവറിലും കറി കിട്ടുന്നതിന് വേണ്ടി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കസൂരി മേത്തി ആഡ് ചെയ്ത് കൊടുക്കാം. മേത്തി ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ കയ്യിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് പൊടിച്ചിട്ട് വേണം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇത് കറിക്കൊരു പ്രത്യേക ഫ്ലേവറും രുചിയും നൽകും. മേത്തി ലീവ്സ് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി കറി ഒട്ടും ആവി പുറത്തു പോകാത്ത രീതിയിൽ ഒന്ന് കവർ ചെയ്ത് വെക്കാം. 30 മിനിറ്റ് ഇതുപോലെ കവർ ചെയ്ത് വെക്കണം. ഇപ്പോൾ കവർ ചെയ്ത് വെച്ചിട്ട് 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഓപ്പൺ ചെയ്തപ്പോൾ കണ്ടോ കറി നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഈ കറി ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ വരുന്നത്. രുചിയും പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്ര നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ റെസ്റ്റോറൻറ്റ്സിലെ കോക്കനട്ട് മിൽക്ക് ഫിഷ് കറിയുടെ രഹസ്യം മനസ്സിലായില്ലേ എല്ലാവർക്കും? ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളി റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിന്. പുഴമീൻ വെച്ചാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല കേട്ടോ. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. അപ്പോൾ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസ് ഒക്കെ ഒന്ന് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.
താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.